ഇൻസേർഷൻ അറ്റ് എൻഡ്, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ എൻഡിലേക്ക് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് എൻഡിലേക്ക് എങ്ങനെയാണ് ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ, സ്ട്രക്ട് നോഡ്, ഒരു നോഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തു. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു നോഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നോഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഡാറ്റ പാർട്ടും നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് പാർട്ടും ഉണ്ടാവും. ഇത് ഡാറ്റ പാർട്ട്, ഇത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ലിങ്ക് പാർട്ട്. ഇങ്ങനെയാണ് ഒരു നോഡിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് തന്നെ എന്താ ന്യൂ നോഡ് എന്ന് പറഞ്ഞിട്ടില്ലേ, കറൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2 പോയിൻ്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത്, ന്യൂ നോഡ് ഈക്വൽ ടു സ്ട്രക്ട് നോഡ് സ്റ്റാർ എംഎൽഒക്ക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എന്താ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് പുതിയൊരു നോഡ്, ന്യൂ നോഡ് എന്ന് പറയുന്ന നോഡാണ് നമ്മൾ എന്താ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എംഎൽഒക്ക് ഫങ്ഷൻ വെച്ചിട്ട്. എന്താ ന്യൂ നോഡ് എന്ന് പറയുന്ന ഒരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എംഎൽഒക്ക് ഫങ്ഷൻ വെച്ചിട്ട്. അതിലത്തേക്ക് നമ്മൾ യൂസറുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് വാങ്ങിച്ചു. എന്നിട്ട് എന്താ അതിൻ്റെ ഡാറ്റ ഫീൽഡിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്താ ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു നൾഡ്, ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ഫീൽഡ് നള്ളാക്കി വെച്ചു. നമുക്ക് ഈ നോഡാണ് എന്താ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം ലിങ്ക്ഡ് ലിസ്റ്റ് ഇല്ല, ഒരു എംപ്റ്റി ലിങ്ക്ഡ് ലിസ്റ്റാണ്, ലിങ്ക്ഡ് ലിസ്റ്റ് ഇല്ലാത്ത കേസിൽ എന്താവും, ഹെഡിൻ്റെ വാല്യൂ നള്ളായിരിക്കൂലേ, ലിങ്ക്ഡ് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഹെഡിൽ എന്താ ഒന്നും വാല്യൂ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്താ ചെക്ക് ചെയ്യുക, ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഡാറ്റ ഫീൽഡിലേക്ക് ഡാറ്റ കൊടുത്തു. അതിൻ്റെ പോയിൻ്റർ ഫീൽഡ് അതായത് ലിങ്ക് ഫീൽഡിലേക്ക് നള്ള് സെറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ഈ നോഡിനെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണം എൻഡിലേക്ക്. എന്നിട്ട് എന്താ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഹെഡ് ഈക്വൽ ടു നള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. എന്താ ഇപ്പം എംപ്റ്റി ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്ന് വിചാരിക്കുക, ലിങ്ക്ഡ് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ ഹെഡ് നള്ളായിരിക്കൂലേ, ഹെഡ് നള്ളാകുമ്പം നമ്മൾ അങ്ങനെ ഈ നോഡിനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ന്യൂ നോഡ് ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് ഹെഡിലേക്ക് കൊടുക്കാം. അതായത് ഈ ഇത് ഹെഡല്ലേ, ഇതിലേക്ക് എന്ത് ചെയ്യും, ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കും. അപ്പോൾ എന്താവും, ഈ ന്യൂ നോഡ് ഹെഡിലേക്ക് ലിങ്ക് ആവും. മനസ്സിലായോ? അപ്പോൾ എന്താ ഹെഡ് ഇപ്പം നള്ളല്ല, ഹെഡിൽ എന്താ ഇതിൻ്റെ അഡ്രസ്സ് ഇപ്പം ഹെഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു എംപ്റ്റി ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ പുതിയൊരു നോഡ് എന്താ ഇൻസേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി എംപ്റ്റി ലിങ്ക്ഡ് ലിസ്റ്റ് അല്ല, ഓൾറെഡി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹെഡ് ഉണ്ട്, ഹെഡിലെന്താ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ഓൾറെഡി ഇങ്ങനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ എൻഡിലേക്കാണ് നമുക്ക് ഇനി പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ എൻഡിലേക്കാണ് ഈ പുതിയ നോഡിനെ, ന്യൂ നോഡിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെക്ക് ചെയ്യും, നമ്മൾ പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് നമുക്കെന്താ ഈ ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് 11 ഇതാണ് ന്യൂ നോഡ്. നമ്മൾ എന്താ ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ഡാറ്റ ഫീൽഡിലേക്ക് ഡാറ്റ കൊടുത്തു, പോയിൻ്റർ ഫീൽഡ് നള്ളാക്കി വെച്ചു. ഈ ന്യൂ നോഡിനെ നമുക്ക് ഈ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എന്താ ചെക്ക് ചെയ്യണ്ടേ,
നോക്കുക ഹെഡ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. ഇതിൽ ഹെഡ് നള്ളല്ലല്ലോ, ഓൾറെഡി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടല്ലോ. ഹെഡ് നള്ളല്ല, ഹെഡിൽ എന്താ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്, ഹെഡ് നള്ളല്ല. അപ്പോൾ നമ്മൾ എന്താ എൽസ് പാർട്ടിലേക്ക് പോവും. എന്നിട്ട് എന്താ ചെക്ക് ചെയ്യേണ്ടത്, കറൻറ്റ് ഈക്വൽ ടു ഹെഡ് എന്ന് സെറ്റ് ചെയ്യും. അതായത് കറൻറ്റ് ഈക്വൽ ടു ഹെഡ്, ഹെഡിനെ കറൻറ്റാക്കി വെക്കും. ഇവിടത്തേക്ക് ഒരു കറണ്ട് എന്നുള്ളൊരു പോയിൻ്റർ സെറ്റ് ചെയ്യും. എന്നിട്ട് എന്താ ചെക്ക് ചെയ്യുന്നത്, വൈൽ കറൻറ്റ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ള്. കറൻറ്റിൻ്റെ നെക്സ്റ്റ്, കറണ്ട് ഏതാ, ഹെഡല്ലേ കറൻറ്റിൻ്റെ നെക്സ്റ്റ് പറയുന്നത് ഈ ഫീൽഡ്, നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ള് ആണെങ്കിൽ, നള്ളല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു നള്ള്, കറൻറ്റിൻ്റെ നെക്സ്റ്റ് നള്ളല്ലല്ലോ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കറൻറ്റ് ഈക്വൽ ടു കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ്. അതായത് കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റിനെ കറൻറ്റാക്കി വെക്കണം. അതായത് കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് എന്താ, ഇതല്ലേ, കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റിൽ എന്താ ഇല്ലത്, ഈ നോഡിൻ്റെ അഡ്രസ്സ്. അപ്പോൾ കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് പറഞ്ഞാൽ ഇതാണ്, ഇതിനെ കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റിനെ കറൻറ്റാക്കി വെക്കുന്നു. അതായത് കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് പറയുന്നത് ഈ നോഡാണ്, ഈ നോഡിനെ കറൻറ്റാക്കി വെക്കും. അപ്പോൾ കറൻറ്റ് ഇതാണ്, ഇവിടെയാണ് കറൻറ്റ് പോയിൻ്റർ ഉള്ളത്. എന്നിട്ട് ആദ്യം ചെക്ക് ചെയ്യും, കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോന്ന്. ഇവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ ലാസ്റ്റിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് നോഡ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ലാസ്റ്റ് നോഡിലേക്ക് ട്രാവേഴ്സ് ചെയ്തിട്ട് എത്തണം, അതിനുള്ള കോഡാണിത്. നമ്മൾ ഇത് ഓരോ നോഡും ചെക്ക് ചെയ്യും, ഇതാണോ ലാസ്റ്റ് നോഡ് എന്ന്. അതായത് നെക്സ്റ്റ് ഫീൽഡ് നള്ളാണെങ്കിൽ അതായിരിക്കും ലാസ്റ്റ് നോഡ്, അതാണ് ഈ ചെക്ക് ചെയ്യുന്നത് നമ്മൾ. കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ള്. ഇപ്പം കറൻറ്റ് ഇവിടെയാണുള്ളത്. എന്നിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും, കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോ. കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഇതിൻ്റെ അഡ്രസ്സ് നള്ളല്ലല്ലോ, കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് നള്ളല്ല, ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താക്കും, കറൻറ്റ് ഈക്വൽ ടു കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ്. ഇന്നെന്താക്കും, കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് ഏതാ, ഈ നോഡിനെ കറൻറ്റാക്കി വെക്കും. ഓക്കെ, പിന്നെ എന്നിട്ട് ആദ്യം ചെക്ക് ചെയ്യും, കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോന്ന്. ഇപ്പോൾ കറൻറ്റ് ഏതാ, ഇതല്ലേ, ഇതിൻ്റെ പോയിൻ്റർ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് നള്ളല്ല. അപ്പോൾ എന്ത് ചെയ്യണം, കറൻറ്റ് ഈക്വൽ ടു കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ്. അപ്പോൾ ഇത് കറൻറ്റ് പോയിൻ്റർ ഇവിടത്തേക്ക് എത്തും. എന്നിട്ട് ചെക്ക് ചെയ്യും, അതെ കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോന്ന്. കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് നള്ളല്ലേ. അപ്പോൾ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. ഇപ്പോൾ കറൻറ്റ് പോയിൻ്റർ, ഇപ്പോൾ കറൻറ്റ് ഇതല്ലേ, കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് ഏതാ, ഈ ഫീൽഡിലേക്ക് ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അതാണ് ഈ ലൈൻ, കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. അതായത് ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യും. കറൻറ്റ് പോയിൻ്റർ നെക്സ്റ്റ് ഏതാ, ഇതിലേക്ക് ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ നള്ളല്ല, ഇപ്പം ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ എൻഡിലേക്ക് നമ്മൾ ഓരോ നോഡും ട്രാവേഴ്സ് ചെയ്തിട്ട് ലാസ്റ്റ് നോഡിലെത്തിയിട്ടാകുമ്പോൾ പുതിയ നോഡ് അവിടത്തേക്ക് ഇൻസേർട്ട് ചെയ്തു.